പെരിക്കല്ലൂർ ബൈരൻകുപ്പ പാലം സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി കോഴിക്കോട് PWD ഡിപ്പാർട്ട്മെന്റും കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി കേരള കർണാടക പുഴയോരങ്ങളിലും റോഡ് വരെയുള്ള ദൂരവും കണക്കാക്കി പരിശോധന നടത്തി. കേരള അതിർത്തിയിൽ നിന്ന് 30 മീറ്ററും കർണാടക അതിർത്തിയിൽ നിന്ന് 80 മീറ്റർ ദൂരവുമാണ് പുഴയിൽ നിന്നുമുള്ള റോഡിലേക്ക്. കർണാടകയിലെ ഹൈവേ റോഡിലേക്കുള്ള വഴികളും ഇരു സംഘവും പരിശോധന നടത്തിയുണ്ടായി. കോഴിക്കോട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കമലാക്ഷൻ പാച്ചേരിയുടെ നേതൃത്വത്തിൽ നിതിൻ ലക്ഷ്മണൻ, രാകേഷ് KR, കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ മേധാവി രാജീവ് വർഗീസിന്റെ നേതൃത്വത്തിൽ ഷീബ K, രാജീവ്, പ്രണവ് എന്നിവർ ചേർന്നാണ് സ്ഥലപരിശോധന നടത്തിയത്. പെരിക്കല്ലൂർ വികസന സമിതി ചെയർമാൻ ഫാദർ ജോർജ് കാപ്പുകാലയിൽ, ജോയിന്റ് സെക്രട്ടറി ഡാമിൻ ജോസഫ്, ബൈരൻകുപ്പ വികസന സമിതിയുടെ ഭാരവാഹികളായ അബ്ദുൽ മജീദ്, ഷമീർ അഹമ്മദ് എന്നിവർ സ്ഥലപരിശോധന നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. കോഴിക്കോട് PWD ഡിപ്പാർട്ട്മെന്റ്, കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നീ ഉദ്യോഗസ്ഥരാണിവർ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേ പോകുന്നതുകൊണ്ട് അതിന് പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം വലിയൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇതിലേ വന്നിട്ട് ഇവിടുന്ന് ഈ പഞ്ചായത്ത് റോഡ് വഴി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ESSലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഭാഗം ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പുതിയ പ്ലാൻ. ഇതിലേ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് അപ്പോൾ ഈ പാലം വരുന്നത്. ഇപ്പോൾ 160 മീറ്റർ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്രൈവറ്റ് ലാൻഡ് ഉണ്ട്. ഇവിടെ ഈ സ്ഥലത്ത് ഈ ലാൻഡ് ക്രോസ് ചെയ്തിട്ട് വേണമെന്നുണ്ട് ഇതിലേക്ക് ഈ സാധാ പഞ്ചായത്ത് റോഡിൽ കയറാൻ. ഈ പഞ്ചായത്ത് റോഡ് തന്നെ വീണ്ടും പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ഒരു കോൺക്രീറ്റ് റോഡാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ക്രോസ് ചെയ്ത് ഇത് കടവുണ്ട്. ഈ പോയിന്റ് ഇത് കടവാണ്. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ നമുക്ക് പോകാം. ബൈരൻകുപ്പ ബ്രിഡ്ജിൻ്റെ ഇനീഷ്യൽ സാങ്ഷൻ 2 ചീഫ് മിനിസ്റ്റേഴ്സും തമ്മിൽ ചേർന്ന് സംസാരിച്ചിട്ട് ഏകദേശം വാക്കാൽ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനി എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാനുള്ള ചർച്ചയ്ക്കായിട്ടാണ് ഇന്ന് സൈറ്റ് വിസിറ്റ് നടത്തിയിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ടെൻഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്കിവിടെ പാലം പ്രവൃത്തിയുടെ ആക്ച്വൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് ഇനി തയ്യാറാക്കിയതിന് ശേഷം ടെൻഡർ ചെയ്തിട്ട് ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച് സാങ്ഷൻ വാങ്ങിയിട്ട് വേണം നമുക്ക് ആക്ച്വൽ ബൈരൻകുപ്പ പാലത്തിൻ്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. കർണാടകയിലെ ബൈരൻകുപ്പ ഭാഗത്തെ പുഴയോരത്തു നിന്നും റോഡിലേക്കുള്ള ദൂരം ഉദ്യോഗസ്ഥർ അളന്നു തിട്ടപ്പെടുത്തുന്നു. ബൈരൻകുപ്പയിലെ പരിശോധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കമലാക്ഷൻ പാച്ചേരി തോണി തുഴയൽ പരിശീലനവും നേടിയെടുത്തു. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.